രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. LDFന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം നൽകിയത്. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിലവിൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. 2020 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 21-അംഗ ഭരണസമിതിയിൽ 11 അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തിയത്. എന്നാൽ 2 അംഗങ്ങൾ കൂറുമാറി ഇടതുപാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി. കൂറുമാറിയവർക്ക് LDF ഭരണത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു. പിന്നീട് 2 LDF അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി. ഇതിനെ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ LDF ഭരണം തുടരുകയായിരുന്നു. എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് കൂറുമാറിയ 2 LDF അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു. 6 മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് LDFന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അവിശ്വാസ പ്രമേയം നൽകിയത്. കഴിഞ്ഞ 6 മാസക്കാലമായി പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ ഭരണ സ്ഥിരതയില്ലാതെ ഭരണ വീഴ്ച നടത്തിയ പ്രസിഡന്റിനെതിരെ ഒരു നിമിഷം പോലും പ്രസിഡന്റ് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ ഒരുമിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ന് അവിശ്വാസ പ്രമേയം നൽകിയിട്ടുള്ളൂ. നിലവിലെ 19-അംഗ ഭരണസമിതിയിൽ 11 അംഗങ്ങളുടെ പിന്തുണയുള്ള കോൺഗ്രസ് അവിശ്വാസ പ്രമേയം വിജയിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം തുടർച്ചയായി അവിശ്വാസ പ്രമേയത്തിലൂടെ ഇടത് വലത് മുന്നണികൾ അധികാര വടംവലി നടത്തുമ്പോൾ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ അവതാളത്തിലാകുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനം, ഇടുക്കി.